ഹലോ കൂട്ടുകാരെ, നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് നാം ആഴ്ചയിലെ ദിവസങ്ങൾ ഇംഗ്ലീഷിലും മലയാളത്തിലുമാണ് പഠിക്കുന്നത്. നിങ്ങൾ തയ്യാറാണോ? ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു our new video. Today we are going to learn the days of the week in English and Malayalam. Are you ready? മൺഡേ എന്ന് പറഞ്ഞാൽ മലയാളത്തിൽ അത് തിങ്കളാണ്. When we say Monday, it is തിങ്കൾ in മലയാളം. മൺഡേ ആഴ്ചയിലെ ആദ്യ ദിവസമാണ്. തിങ്കളിനായി കൈകളടിക്കാമോ? Monday is the first day of the week. Can you clap your hands for Monday? അടുത്ത ദിവസം ചൊവ്വ ആണ്. ചൊവ്വ എന്ന് പറഞ്ഞാൽ ഇംഗ്ലീഷിൽ അത് ട്യൂസ്ഡേ ആണ്. The next day is ചൊവ്വ. When we say ചൊവ്വ, it is Tuesday in English. തിങ്കളിന് ശേഷം വരുന്ന ദിവസമാണ്. കേരളത്തിൽ ചൊവ്വക്കു പശു ഭാഗ്യപ്രദമാണ് എന്നറിയാമോ? Tuesday comes after Monday. Did you know cows are considered lucky on Tuesday in Kerala? അടുത്ത ദിവസത്തിൻ്റെ പേരറിയാമോ കൂട്ടുകാരെ? അടുത്ത ദിവസം ബുധനാണ്. ഡു യു നോ ദ നെയിം ഓഫ് ദ നെക്സ്റ്റ് ഡേ ഫ്രണ്ട്സ്? ദ നെക്സ്റ്റ് ഡേ ഈസ് ബുധൻ. ബുധൻ എന്ന് പറഞ്ഞാൽ ഇംഗ്ലീഷിൽ അത് വെഡൻസ്ഡേ ആണ്. വെൻ വി സേ ബുധൻ, ഇറ്റ് ഈസ് വെഡ്നസ്ഡേ ഇൻ ഇംഗ്ലീഷ്. ബുധൻ ആഴ്ചയിലെ ഏറ്റവും നടുവിലെ ദിവസമാണ്. ബുധൻ ഈസ് ദ മിഡിൽ ഡേ ഓഫ് ദ വീക്ക്. ഇനി ബുധൻ കഴിഞ്ഞാൽ അടുത്ത ദിവസത്തിൻ്റെ പേര് വ്യാഴമാണ്. നൗ ആഫ്റ്റർ ബുധൻ ദ നെക്സ്റ്റ് ഡേ ഈസ് വ്യാഴം. ഇതുവരെ മനസ്സിലായില്ലേ? വ്യാഴം എന്ന് പറഞ്ഞാൽ ഇംഗ്ലീഷിൽ അത് തേഴ്സ്ഡേ എന്നാണ് പറയുന്നത്. ഡിഡ് യു അണ്ടർസ്റ്റാൻഡ് സോ ഫാർ? വെൻ വി സേ വ്യാഴം, ഇറ്റ് ഈസ് തേഴ്സ്ഡേ ഇൻ ഇംഗ്ലീഷ്. തേഴ്സ്ഡേ പുതിയ കാര്യങ്ങൾ പഠിക്കാൻ ഏറ്റവും നല്ല ദിവസമായി പരിഗണിക്കുന്നു. Thursday is considering for learning new things. നമ്മൾ വാരാന്ത്യത്തിനെത്തി. അടുത്ത ദിവസത്തിൻ്റെ പേര് വെള്ളിയാണ്. വെള്ളി എന്ന് പറഞ്ഞാൽ ഇംഗ്ലീഷിൽ അത് ഫ്രൈഡേ ആണ്. We have reached the weekend. The next day is വെള്ളി. When we say വെള്ളി, it is Friday in English. വെള്ളി ദിവസമാണ് പലർക്കും സന്തോഷമുള്ള ദിവസം. കാരണം വാരാന്ത്യം അടുത്തിരിക്കുന്നു. വെള്ളിക്കായി ചിരിക്കാമോ? ഫ്രൈഡേ is a happy day for many because the weekend is almost here. Can you smile for Friday? അടുത്ത ദിവസത്തിൻ്റെ പേര് നിങ്ങൾക്ക് ഊഹിക്കാമോ? ശരി, ഞാൻ തന്നെ പറയും. അടുത്ത ദിവസത്തിൻ്റെ പേര് ശനിയാണ്. ശനി എന്ന് പറഞ്ഞാൽ ഇംഗ്ലീഷിൽ അത് സാറ്റർഡേ ആണ്. Can you guess the name of the next day? Okay, I will tell you. The next day is Shani. When we say Shani, it is Saturday in English. ശനി ദിനം വിനോദത്തിൻ്റെ ദിവസമാണ്. നമുക്ക് ശനിയാഴ്ച ആസ്വദിക്കാം കൂട്ടുകാരെ. Saturday is fun day. Let's enjoy our Saturday, friends. ഇനി നമ്മുടെ അവസാന ദിവസത്തിൻ്റെ പേര് ഞായറാണ്. ഞായർ എന്ന് പറഞ്ഞാൽ ഇംഗ്ലീഷിൽ അത് സൺഡേ ആണ്. Now the name of our last day is ഞായർ. When we say ഞായർ, it is Sunday in English. സൺഡേ അവധി ദിനമാണ്. ആശ്വസിക്കാനും കളിക്കാനും സമയം. ഞായറാഴ്ച നിങ്ങൾ എന്ത് ചെയ്യാൻ ഇഷ്ടപ്പെടുന്നു? Sunday is a holiday. Time to relax and play. What do you like to do on Sunday? സൂപ്പർ! നിങ്ങൾ ആഴ്ചയിലെ എല്ലാ ദിവസങ്ങളും പഠിച്ചു. നിങ്ങളുടെ പ്രിയപ്പെട്ട ദിവസം എന്താണ് എന്ന് പറയൂ.
Wow, you learned all the days of the week. Tell me, which day is your favorite? അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം കൂട്ടുകാരെ. ബൈ ബൈ. Then we will see you in the next video, friends. Bye bye. Please don't forget to hit the subscribe, like, and bell notification buttons for the latest updates.